ഹായ്, നിങ്ങൾ ഫാസ്റ്റ് ബോളേഴ്സിനെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈമിംഗ് മിസ്സാവാറുണ്ടോ? അല്ലെങ്കിൽ ഫാസ്റ്റ് ബോളേഴ്സിനെ കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ ലേറ്റ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? അതിനുള്ളൊരു റീസൺ ഇതാവാം. ഹായ്, ഇന്ന് ഡേ 20 ആണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിക്കറ്റിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും എന്നാൽ ഒരുപാട് ആളുകൾക്ക് അറിയില്ലാത്തതുമായിട്ടുള്ള ഒരു ടേമാണ് ബോൾസ് ഓഫ് ദ ഫീറ്റ് എന്ന് പറയുന്നത്. ഈ ബോൾസ് ഓഫ് ദ ഫീറ്റ് എങ്ങനെയാണ് ആസ് എ ബാറ്ററിന് ഹെൽപ്ഫുൾ ആകുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബോൾസ് ഓഫ് ദ ഫീറ്റ് എവിടെയാണെന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ബോൾസ് ഓഫ് ദ ഫീറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും ലെഗിന്റെ ഫിംഗേഴ്സിനെ നമ്മൾ പറയാ ടോസ് എന്നാണ്. ആ ഷൂവിന്റെ ഏറ്റവും ടോപ്പ് ഏരിയ ഫിംഗേഴ്സിന്റെ തൊട്ട് താഴെ വരുന്ന ഏകദേശം ഈ ഒരു ഏരിയയിലായിരിക്കും നിങ്ങളുടെ ബോൾസ് ഓഫ് ദ ഫീറ്റ് വരുന്നത്. സോ ഈ ഏരിയയിലാണ് നിങ്ങൾ വെയിറ്റ് ഷോട്ട്സ് കളിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ടത്. ഒരു ബാറ്റർ ബാറ്റ് ചെയ്യാൻ ടൈമിൽ സ്റ്റാൻസിൽ നിൽക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ട്രിഗർ മൂവ്മെന്റ് എടുക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ബോഡി വെയിറ്റ് ഒരു കാരണവശാലും ഹീൽസിലേക്ക് പോകാൻ പാടില്ല. ഹീൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻസ് കുറച്ച് സ്ലോ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതിനെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ് ബോൾസ് ഓഫ് ദ ഫീറ്റിൽ വെയിറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ബോൾസ് ഓഫ് ദ ഫീറ്റിൽ വെയിറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്ന ഷോട്ട്സ് ആണെങ്കിലും ബാക്ക് ഫുട്ടിൽ പോണ ഷോട്ട്സിലാണെങ്കിലും നമുക്ക് വളരെ ക്വിക്കായിട്ട് ഫ്രണ്ടും ബാക്ക് മൂവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ചാൻസ് നിൽക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, നിങ്ങൾ ഷോട്ട് കളിക്കുകയാണ്, ഇപ്പോൾ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഷോട്ട് കളിക്കുകയാണെങ്കിൽ ആ ഷോട്ട് കളിക്കുമ്പോൾ ഫ്രണ്ട് ഫുട്ട് നിങ്ങൾ ബോളിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ വെയിറ്റ് വരേണ്ടത് ഹീൽ ടു ബോൾസ് ഓഫ് ദ ഫീറ്റിലേക്കാണ് നിങ്ങൾ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് ടോയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കില്ല നിൽക്കുന്നത്. വെയിറ്റ് ഹീൽ ടു ബോൾസ് ഓഫ് ദ ഫീറ്റ് ആയിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല ബേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല സ്ട്രോങ് ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും നിങ്ങൾ സ്റ്റാൻസ് നിൽക്കുമ്പോഴും എല്ലാം വെയിറ്റ് നിങ്ങളുടെ ബോൾസ് ഓഫ് ദ ഫീറ്റിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.